ഇതൊക്കെ ഏതവരടാ കള്ളും കുടിച്ചിട്ട് ഓർച്ചുകൂടെ വെച്ചിട്ട് പോയേക്കണത്. ആ കേരളം മദ്യലഹരിയിൽ. എന്റെ ദൈവം, ഇത് എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ പോക്ക്? കള്ളു കുടിച്ച് കുട്ടികൾ റോഡിൽ കിടന്ന് അലമ്പുണ്ടാക്കി. ഓ, ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയത് എന്താ ചെയ്യേണ്ടത്? കള്ളിൽ മായം കലക്കി 3 പേർ അറസ്റ്റിൽ. എന്റെ ദൈവമേ, കള്ളിലൊക്കെ ഇങ്ങനെ മായം കലക്കാൻ തുടങ്ങി എന്താ ചെയ്യണത്? ഈ കള്ളിലൊക്കെ മായം ചേർത്തിട്ട് ഇവന്മാരിത് എങ്ങനെ ഇത് ഇതാക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ കള്ളിലൊക്കെ ആരിലും മായം ചേർക്കോ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചേർക്കാമോ? അല്ല, ഇച്ചിരി ഇങ്ങനെ ഇടാന്നല്ലാണ്ട് ഇങ്ങനെ പുഴത്തെ പാടിയിട്ടിട്ട് ഇങ്ങനെ കലക്കി ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ കുടിച്ച് അമ്മറ കണ്ണും കൂമ്പും കരളും ഒക്കെ പോയി പിന്നെ എല്ലാം ഇതായി പോവൂലേ? ആരോട് പറയാനേ? ഒന്നാലും ഓരോന്നുങ്ങൾ വരും ഇതൊക്കെ കുടിക്കാനായിട്ട്. അയ്യോ, എന്റെ തലക്കറിയാണ് ഇപ്പൊ തിരിക്കണേ. എന്റെ ദൈവമേ, ചേച്ചി ചേച്ചി ഒരു ഇവിടെ പോയി ഷാപ്പൊക്കെ തുറന്നിട്ട് എങ്ങോട്ട് പോയി? ചേച്ചി, കസ്തൂരി ചേച്ചി. ഓ ആ മധുവാ, എന്താടാ? ഞാൻ ഇല്ല തലക്കറി വെക്കാൻ പോയതാ, തലയിടാൻ മറന്നു വേണ. ആ, ഇതാണ് ഈ ചേച്ചിയുടെ കുഴപ്പം. ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും തലയിടത്തില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ തലയിടും. അല്ല, നീ എന്താ വന്നത്? ഞാൻ വന്നത് ചേച്ചിക്ക് അറിയാലോ, ആകപ്പാടെ നമ്മുടെ നാട്ടിലൊരു ഷാപ്പല്ലേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്, മൂത്തത് ഇവിടെ ഇല്ല, സ്കൂളിൽ പോയി. ഇളയതുണ്ട്. എന്തിയേ? പിള്ളേരുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ മൂത്ത തെങ്ങിന്റെ കല്ലോ പനയുടെ കല്ലോ ഉണ്ടെങ്കിൽ ഞാനൊന്ന് കൂച്ചട്ടെന്ന്. ആ, അങ്ങനെ പല കള്ളും ഇവിടെ ഉണ്ടാവും, അങ്ങനെ കൂച്ചണ്ട. എന്തുവാ ചേച്ചി ഇങ്ങനെ ഈ ചെയ്യുന്നത്? ഞാനൊക്കെ ചേച്ചിയോട് ഒന്ന് പൈസ ഒക്കെ ഞാൻ ഉള്ളപ്പോഴൊക്കെ കൊണ്ടു തരുന്നില്ലയോ പൈസ? എന്താണ് ഇതെന്താണിത്? അത് ബുക്ക്, ഇവിടുത്തെ പറ്റു ബുക്ക്. ഇതെന്താ എഴുതിയേക്കണ? മധു. ഇത് മധു. ഇത് മധു. ഇതാ മധു 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 മധു. മതി 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 മതി. ഇതുപോലത്തെ 3 മധുഗ്രന്ഥങ്ങളാണ് ഈ മേശപ്പുറത്തിരിക്കണത്. ഇത് നിന്റെ പേരുള്ള പറ്റാണ് മധുഗ്രന്ഥം. ഇതിനുള്ള കാശ് മുഴുവൻ തന്നു തീർക്കാണ്ട് നിനക്ക് ഒരു തുള്ളി കള്ളി ഞാൻ ഈ ഷാപ്പിൽ നിന്ന് തരില്ല. എനിക്ക് പോടാടുന്നു. അല്ല, ഞാനിവിടെ വന്നപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ച്. എന്തേ? അതായത് എല്ലായിടത്തും ഈ കടം പറയരുത്, കടം ചോദിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഈ പന്നി ചോദിക്കരുത്? ചേച്ചി കരയല്ലേ? അയ്യോ കരയല്ലേ? ചേച്ചി കഴിക്കാൻ പറ്റ പന്നിയാണ്, നിങ്ങളങ്ങ് കഴിച്ചോ, എനിക്ക് വേണ്ട. അതല്ല എടാ, ചേട്ടന്റെ കൂട്ടുകാരന്മാര് കുറച്ചുപേരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പന്നിയിറച്ചി തിന്നണോ എന്ന് പറഞ്ഞ്. അത് കേട്ടിട്ട് ചേട്ടൻ പന്നിനെ പിടിക്കാൻ കാട്ടിലോട്ട് പോയതാണ്. എന്നിട്ട് പന്നി കുത്തി കൊന്നളഞ്ഞ്. വിഷമിക്കണ്ട. എന്നിട്ടാ കൂട്ടുകാരൊക്കെ എവിടെ? കൂട്ടുകാര് ചേട്ടന്റെ അടക്കം കഴിഞ്ഞപ്പോ പോയി. ചേട്ടനെ കണ്ടിട്ടില്ലല്ലോ, നീ ഇല്ല അങ്ങോട്ട് നോക്കിയേ. ഇതാണോ ചേട്ടൻ? എന്താ ചേച്ചി പകുതിയാണല്ലോ? അങ്ങേരുടെ പാതിയെ കിട്ടിയുള്ളടാ. അപ്പൊ പന്നിയുടെ പകുതി? അതാണ്, ആ പന്നിയാണ് എന്റെ ചേട്ടനെ കുത്തിക്കൊന്ന പന്നി. അതുകൊണ്ടാണ് അതിന്റെ പടവും കൂടെ എടുത്ത് ഞാൻ വെച്ചേക്കണത്. ഭയങ്കര സങ്കടമായി ചേച്ചി, ഞാൻ ഇപ്പോഴല്ലേ ഇതൊക്കെ അറിയുന്നത്. എനിക്ക് ചേട്ടനൊരു ട്രിബ്യൂട്ട് കൊടുക്കണം. ബൂട്ടൊന്നും വേണ്ടടാ, അങ്ങനെ വള്ളിച്ചെരുപ്പാണ് ഇടുന്നത്. അയ്യോ, ബൂട്ടല്ല, ട്രിബ്യൂട്ട്, ആദരാഞ്ജലികൾ. അതാണ്. ഞാനൊരു 2 വരി പാട്ട് പാടാം. ഞാൻ എന്തെങ്കിലും ആവട്ടെടാ. നീ പാതി ഞാൻ പാതി പന്നി. പൊന്ന് ചേച്ചി, കസ്തൂരി ചേച്ചി, ഇത് കള്ളുതാ ചേച്ചി. രാവിലെ വെറച്ചിട്ട് പാടില്ല ചേച്ചി. എന്റെ മധു, നീ ആദ്യം കാശിതാ, എന്നിട്ട് ഞാൻ നിനക്ക് കള്ളു തരാം. ഞാൻ കിട്ടുമ്പോ തരാം ചേച്ചി. എനിക്ക് ഇച്ചിരി കള്ളു തന്നേ. ഇച്ചിരി കള്ളു തന്നേ? ഓ, പിന്നെ എനിക്ക് കള്ളം തരാൻ പറ്റിയൊന്നുമില്ല. വിരുന്നുകാർ മടങ്ങണം തങ്ങിയാലെന്നിടം ഭൂമികൾ. അല്ല, ആസ്ഥാന ഗായകൻ നേരത്തെ കയറി വന്നല്ല. അല്ലടാ, നീ ഏത് നേരം ഇവിടെ വന്ന് കള്ളും കുടിച്ചിട്ട് ഈ ബെഞ്ചിലിരുന്ന് കൊട്ടിപ്പാടാനാണ് പതിവ്. നീ ഇന്ന് വീട്ടിൽ നിന്നേ കള്ളും കുടിച്ചിറങ്ങിയ റോഡ് നീളെ പാടിക്കൊണ്ട് നടക്കണുണ്ടല്ല. ഇനി എനിക്ക് എന്റെ സമയമില്ല. ചേച്ചി എന്നെ പെട്ടെന്ന് അനുഗ്രഹിക്കണം. ഞാൻ പോവാ. നീ എവിടെ പോണ്? ഞാൻ എന്റെ പാട്ടിന് പോവാ. നീ ഏതെങ്കിലും പാട്ടിന് പോയി? അതല്ലത്, എനിക്ക് ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടി. ഇനി മുതൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഇനി മുതൽ എന്നെ ടിവിയിലെ കാണൂ. അയ്യോ, നല്ലൊന്നാന്തരം പരിപാടിയാണ്. അല്ല, നിന്നാരും ഈ പരിപാടിയിലേക്കൊക്കെ വിളിച്ചത്? അയ്യോ, അറിഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടുന്ന് പാടിയില്ലേ, അത് ആരാണ്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അത് ഫേസ്ബുക്കിലിട്ട് വൈറലാക്കിയിട്ടാണ് എനിക്ക് അവസരം കിട്ടിയത്. ഇനി എന്റെ പാട്ടല്ല, അങ്ങ് പുറത്താ. ഞങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ട് നിക്കണ പോലെ നാട്ടുകാർ നിക്കൂല. നിനക്ക് ആവശ്യത്തിന്
അധികം പരിപാടി ചെയ്യുമ്പോ പുറത്തിട്ട് കിട്ടണുണ്ടല്ലോ, അത് പോരെ. നിങ്ങൾ പേടിക്കണ്ട, ഈ കാരക്കാട്ട് നിവാസികളെയും ഷാപ്പിനെയും കൊണ്ട് അവരെ കൊണ്ടൊരു ഹായ് ഞാൻ പറയും. നീ ഒന്നുമില്ലല്ലോ ഈ നാട്ടിലെ ഒരു ഗായകനല്ലടാ. കുടി ഒരു ഗ്ലാസ് ചെന്നേ, പൈസ ഒക്കെ തരാം കേട്ടോ. കാശ് തരാണ്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഇല്ലെങ്കിൽ. നീ നല്ല പാട്ടാണോ? ഞാൻ അവിടെ ചെല്ലുമ്പോ കളം പിടിക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കൊള്ളാം. നേരം വെളുത്ത ഇനീച്ച ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും എല്ലാം ഞാൻ പാട്ട് പാടും. കേക്കണോ? കാളമയങ്ങേ. കാളമയങ്ങിന്നോ? കാളമയങ്ങുന്നല്ലേ? അതിവൻ പാടുമ്പോ അയഞ്ഞോളൂ. കസ്തൂരി ഞാൻ പാടിയതായിരുന്ന കസ്തൂരി. അതെന്തോ ചേച്ചി? ഞാൻ ഓടിയതാ. ഈ പാട്ടിനൊക്കെ പോകുമ്പോ നല്ല പൈസ ഒക്കെ കിട്ടൂടാ? പൈസ കിട്ടും. ഒരു കാര്യം ചെയ്യ്, എന്റെ ഒരു സന്തോഷത്തിന് നീ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരാളല്ലേ, നീ ഒരെണ്ണങ്ങോട്ടാടി. ചേച്ചി ഒരു കുപ്പി കള്ളോട് എടുക്കുക ചേച്ചി. കഴിക്കാൻ എന്തോണ്ട് ചേച്ചി? കഴിക്കാൻ കപ്പയുണ്ട്, മീൻകറി ഉണ്ട്, ഞണ്ടുണ്ട്, കൊഴുക്കട്ടയുണ്ട്. അപ്പൊ ഒരു കപ്പയും മീൻകറി എടുത്തോ, ഞങ്ങളൊന്ന് കൊഴുക്കട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ TV പരിപാടിക്കാര് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2 ദിവസം ഓരോ കാര്യങ്ങളായിട്ട് അതിന്റെ തിരക്കിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്താ പറഞ്ഞേ? ഷാപ്പ് തോറും കയറി ഇറങ്ങിടന്ന് ഓസിന് തിന്നണ കുറച്ച് പരിപാടിക്കാരില്ലേ, അവന്മാരാ വന്നത്. ഇവിടെ വന്നുള്ളാണ്ട കപ്പയും ഞണ്ടും കക്കയും ഇറച്ചി മീനും ഒക്കെ എടുത്ത് തിന്നടാ. കാശ് വെച്ചപ്പോഴേ കാശൊന്നും തരൂല, ഇത് ഞങ്ങൾ TV കാണിക്കുള്ളന്ന്. എന്റെ നാക്കലെ തെറിയായിട്ട് ഓടിയൊക്കെ കൂടി. നീ പാടടാ, കേക്കട്ടെ. അതിന് പോ, അവിടെ ചെല്ലുമ്പോ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലൊരു ഗായകൻ, അതെ, അവൻ ഇങ്ങനെ അഭിമാനത്തോടു കൂടി തിരിച്ചു വരുന്ന നമുക്കൊരു സന്തോഷമല്ലേ? സന്തോഷമാണ്. കലാകാരന്മാര് പാടാൻ പോകുന്നതിന് മുന്നേ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഒരെണ്ണം അടിക്കുന്നത് നല്ലതാ. പക്ഷെ അത് സ്ഥിരമാക്കാതിരുന്നാ മതി കേട്ടോ. ഒന്നും കൂടെ അടിക്കണം. നീ വലിയ പാട്ടുകാരനാകുമ്പോഴേ അടിച്ചോണ്ട് പാട് കള്ള് കൂട്ടിക്കാൻ കൊള്ളാം, വെള്ളം കൂട്ടിക്കാൻ കൊള്ളാം, കല്ലിന്റെ ലംബിനി ലോകം മുത്തച്ഛ ഒന്ന് ചൊല്ലൂ പൊന്നച്ചാ. എടാ, നിനക്ക് പോകാൻ നേരമില്ലേ? പോവട്ടെ, പരിപാടിക്ക് പോകണ്ടേ? പോണം, പക്ഷെ എനിക്ക് ചേച്ചിയുടെ അനുഗ്രഹം മേടിച്ചോണ്ട് ഞാൻ പോകത്തുള്ളൂ. വീടല്ലേ. എനിക്ക് കസ്തൂരി ചേച്ചി കാരണമാണ് എനിക്ക് അവസരം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പോകും. നീ പൊക്കോ. എനിക്ക് ചേച്ചിയുടെ അനുഗ്രഹം മേടിക്കണം. എടാ, നീ ഇപ്പൊ തന്നെ ഇവിടം വരെ കുടിച്ചിട്ടുണ്ട്. നീ ഇനി കുമ്പിട്ട് കാലേ വേണ്ട, പൊക്കോടാ. നീ ഇവിടെ വരെ കുടിച്ചിട്ടുണ്ട്? ഇവിടെ വരെ ഉണ്ട്. കുളിക്കല്ലേ, തെറിച്ചു പോകും. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചാടി വരും. അച്ഛൻ അനുഗ്രഹം മേടിക്കണം. അനുഗ്രഹം മേടിക്കും കേട്ടോ. പോടാ, അനുഗ്രഹം ഒന്നും വേണ്ടേ. ഞാൻ ശ്രദ്ധിക്കത്തില്ല ചേച്ചി, കുഴപ്പമില്ല. എനിക്ക് ചേച്ചിയുടെ അനുഗ്രഹം വേണം. എടാ, നീ ഇന്നെങ്ങാനും അങ്ങോട്ട് എത്തുവാ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞെന്താ? സംഗതിയൊക്കെ പോയില്ലേടാ. ഞാൻ ടോപ്പ് സിംഗറിൽ പോവുകയും ചെയ്യും, പാടുകയും ചെയ്യും, ഫ്ലാറ്റ് മേടിക്കുകയും പാടുവാ ടോപ്പ് സിംഗറില്. എനിക്കറിയാൻ പാടില്ലടാ, ഞാൻ നോക്കിട്ട് ഇവൻ ടോപ്പ് സിംഗർ ഒന്നും അല്ല, ഇവൻ വെറും ഷാപ്പ് സിംഗർ.